ദൈവനാമം മഹത്വപ്പെടട്ടെ. എവരി ക്രെഡിൽ ആസ്ക് വേർ യു കം ഫ്രം. എവരി കോഫിൻ ആസ്ക് വേർ യു ഗോ. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ളതായ ഉത്തരം വേദപുസ്തകം അതിമനോഹരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാ തൊട്ടിലുകളും ചോദിക്കുന്നു, എവിടെ നിന്നാണ് വന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഓരോ ശവമഞ്ചത്തിന്റെയും ചോദ്യത്തിന് സഭാപ്രസംഗി 12-ാം അധ്യായം നൽകുന്ന ഉത്തരവ് ഇപ്രകാരമാണ്: എല്ലാ ശ്വാസവും അത് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ദൈവം അയച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള മടക്കയാത്രയുടെ ഇടയിൽ ദൈവിക കൃപയിൽ സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി ഈ മണ്ണിൽ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരെ ഓർക്കുന്ന ദിനമാണ് ഇന്നേ ദിവസം. പരിശുദ്ധ സഭ എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്ന ആനീത ഞായറാഴ്ചയാണ്. നമ്മുടെ എല്ലാ പൂർവികരും ക്രിസ്തുവിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ ഓർമ്മിപ്പിച്ചത്: സഹോദരങ്ങളെ, പ്രത്യാശയില്ലാത്ത ആളുകളെ പോലെ നിങ്ങൾ ആയിരിക്കരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ. മരിച്ചു പോയതല്ല, മടങ്ങിപ്പോയതാണെന്നുള്ള വലിയൊരു പ്രത്യാശ. എവിടെ നിന്നാണോ വന്നത് അതേ സന്നിധിയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ ചില മനുഷ്യരെ കൊന്നുകളഞ്ഞപ്പോൾ, ചില മനുഷ്യരെ പ്രതിസന്ധിയിലൂടെ കടത്തിവിട്ടപ്പോൾ, കഷ്ടത കരകവിഞ്ഞൊഴുകിയപ്പോൾ, ചില മനുഷ്യരെയൊക്കെ തീപ്പന്തങ്ങളായി രാത്രിയിൽ നിർത്തിയപ്പോൾ അന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ സധൈര്യം നിലനിന്നതിന്റെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ ഒരേ ഒരു കാരണം വരുവാനിരിക്കുന്ന ലോകത്തിലെ ഒരു പുതിയ ജീവന് വേണ്ടിയാണ്. നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ടല്ലോ, വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവൻ. ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് അപ്പുറത്ത് സ്വർഗത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജീവനുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. നമ്മുടെ വാങ്ങിപ്പോയവർ അവിടെ എത്തിച്ചേരണം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഇന്നേ ദിവസം നമ്മൾ അണയ്ക്കുന്ന ബലിയിലും തുടർന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയിലും. ഇന്ന് നാം വായിച്ച സുവിശേഷ ഭാഗത്തിൽ, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള ഭാഗങ്ങളിൽ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്: നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടാകണം. പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും സ്വർഗത്തിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാ പ്രിയപ്പെട്ടവര് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുന്നത്? ഈ ഭൂമിയിൽ യേശുവിന്റെ കൈപിടിച്ച്, യേശുവിനെ പോലെ, യേശുവിന്റെ കൃപകൾ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാകും കേട്ടോ. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരത്തില്ല. സ്വർഗത്തിലൊരു ജീവിതമുണ്ട്. സ്വർഗത്തിലെ ജീവിതത്തിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം. നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും ഇന്നേ ദിവസം ഓർക്കുമ്പോൾ, ക്രിസ്തു കുരിശിൽ മരിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് പാതാളത്തിലേക്ക് ഇറങ്ങി സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. മൃതരായവരോട് സുവിശേഷം അറിയിച്ചു. കാരണം അവർക്കൊരു പുതിയ ജീവന് വേണ്ടി. നമ്മുടെ വാങ്ങിപ്പോയവർ, നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവർ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവർ, കണ്ണുനീരൊഴുക്കിയവർ, സ്വത്തൊക്കെ നമ്മൾ മേടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരേ ഒരു സ്വത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവരുടെ കുഴിമാടത്തിൽ ചെന്നിട്ട് ആ കല്ലറയ്ക്ക് ജീവനുണ്ട് കേട്ടോ. ആ കല്ലറയുടെ മുൻപിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് ആ കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവരോട് കരുണ തോന്നണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കും. നമുക്ക് നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കാം. സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയ ഞങ്ങളുടെ എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ഓർക്കുന്നു. ആമേൻ.